സഞ്ജു മികച്ചൊരു കളിക്കാരനാണെന്ന് നമുക്കറിയാം. ഇപ്പോഴത്തെ സഞ്ജു നല്ലൊരു മനുഷ്യനാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇന്നലെ RCB രാജസ്ഥാൻ മാച്ചിൽ കോഹ്ലി സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും RCB കളി തോറ്റു. അതുകൊണ്ട് നിരാശനായിട്ട് കോഹ്ലി ഡഗൌട്ടിൽ ഇരിക്കുകയായിരുന്നു. പിന്നീട് കോഹ്ലി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. ഇതിനുശേഷം സഞ്ജു RCBയുടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. അവിടെ നടന്ന സംഭവമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ കൂടി തോറ്റപ്പോൾ RCB 4ാമത്തെ തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. എന്നാൽ രാജസ്ഥാനാകട്ടെ അടുപ്പിച്ച് 4 കളി ജയിച്ചിരിക്കുകയാണ്. ബട്ട്ലർ ഇന്നലെ സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ സമയം തന്നെ കോഹ്ലിയും സെഞ്ചുറി അടിച്ചു. പക്ഷേ കോഹ്ലിയുടെ സെഞ്ചുറിക്ക് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. രാജസ്ഥാന്റെ വെടിക്കെട്ട് ബാറ്റിംഗിൽ കോഹ്ലിയുടെ സെഞ്ചുറി ഭസ്മമായെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. RCB ടീമിനെ കോഹ്ലി ഒറ്റയ്ക്കാണ് ചുമക്കുന്നത്. എന്നിട്ടും കളി ജയിക്കാൻ സാധിക്കുന്നില്ല. കോഹ്ലിക്ക് ഇന്നലെ നല്ല സങ്കടമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ RCB ഒരു വീഡിയോ ഷെയർ ചെയ്തിരിക്കുകയാണ്. ഇതിൽ കോഹ്ലി ഡഗൌട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഈ സമയം സഞ്ജു അടുത്ത് വന്ന് കോഹ്ലിയെ സമാധാനിപ്പിക്കുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. കളി രാജസ്ഥാൻ ജയിച്ചാലും സഞ്ജു ഓടി വന്നത് കോഹ്ലിയുടെ അടുത്തേക്കാണ്. കോഹ്ലിയുടെ വിഷമം സഞ്ജുവിനെ മനസ്സിലാകും. 113 റൺസാണ് കോഹ്ലി ഒറ്റയ്ക്ക് നിന്ന് അടിച്ചു കൂട്ടിയത്. എന്നിട്ടും ജയിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് കോഹ്ലി നിരാശയിലായിരുന്നു. എന്നാൽ സഞ്ജു കോഹ്ലിയുടെ അടുത്തേക്ക് വന്ന് താരത്തെ സമാധാനിപ്പിച്ചു. ഇത് മാത്രമല്ല, കോഹ്ലിയുമായിട്ട് സഞ്ജു ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് കാർത്തിക്, കോഹ്ലി അതുപോലെ തന്നെ മറ്റു പ്ലേയേഴ്സിനെയും സഞ്ജു കണ്ടു. സഞ്ജു RCBയുടെ ഡ്രസ്സിംഗ് റൂമിൽ സംസാരിക്കുന്ന വീഡിയോ RCB പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സഞ്ജുവിൻ്റെ നല്ല മനസ്സിനെ കൈയടിച്ചിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. കളി ജയിച്ചിട്ടും എതിർ ടീമിന്റെ വിഷമത്തിൽ സഞ്ജു പങ്കുചേർന്നു. സഞ്ജുവും കോഹ്ലിയും ഇന്നലെ സംസാരിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. സഞ്ജു വന്ന് സംസാരിച്ചപ്പോൾ കോഹ്ലിയുടെ വിഷമം മാറിക്കിട്ടി. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.